പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ എല്ലാവരെയും കൂടി സംബോധന ചെയ്യുകയാണ്. നിങ്ങളെ നേരിട്ട് കാണാതെയാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാലഘട്ടം ഒന്ന് മാറിയ വിവരം നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ഇതേമാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നേരിൽ കാണാതെ ആണ് പലരും സംസാരിക്കുന്നത്. എന്ന് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ അമൃത ടെലിവിഷനിൽ 16 കൊല്ലമായിട്ട് ധന്യമീ ദിനം എന്ന പേരിൽ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ നിങ്ങൾ യൂട്യൂബിൽ PR നാഥൻ എന്നടിച്ചാൽ എൻ്റെ 400ഓളം പ്രഭാഷണങ്ങൾ കേൾക്കാവുന്നതാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കുട്ടികൾ ചിന്തിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ്. പല വിഷയവും ഞാൻ സംസാരിക്കാറുണ്ട്. നിങ്ങൾ തന്നെ യൂട്യൂബിൽ PR നാഥൻ എന്നടിച്ചാൽ ഓരോ ദിവസവും ഓരോ വിഷയവുമാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ മുഖം ഞാൻ മനസ്സിൽ കാണുമ്പോൾ ഓരോ കുട്ടികളും ഈ സാഹചര്യത്തിൽ എങ്ങനെ ചിന്തിക്കണം എന്ന് പറയാനാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള പ്രഭാഷണത്തിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചില കുട്ടികളെ സ്വാധീനിക്കും. തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെയും കുട്ടികളെയൊക്കെ ഇതേമാതിരിയുള്ള വർത്തമാനങ്ങൾ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും ആരാണപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്ന്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മുഖം മൂടി വെച്ചാണ് ആളുകൾ നടക്കുന്നത്. നമുക്കറിയാമല്ലോ. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് മുഖം മറയ്ക്കാതെ ഇരിക്കുന്നത്. എന്താണ് നമുക്ക് ലോകത്തിനാകെ സംഭവിച്ച ഒരു ദുരിതം എന്താണ് എന്ന് ചിന്തിക്കണം. ലോകത്തിനാകെ സംഭവിച്ചതാണെങ്കിൽ നമുക്കും സംഭവിച്ചതാണ്. നമ്മുടെ ഭാഗത്തു നിന്നും ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിൽ പല തെറ്റുകളും മനുഷ്യർ ചെയ്തു. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. ജീവിക്കുന്ന എന്തിനാണ്? എന്റെ സുഖത്തിന് ഞാൻ എന്തും ചെയ്യും. ആചാര്യന്മാര് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ മര്യാദയ്ക്ക് നാം ജീവിക്കേണ്ട എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ. പക്ഷേ മനുഷ്യന്റെ ആർത്തി തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഈശ്വരൻ വിചാരിച്ചാലും പറ്റും. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കേണ്ട വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അരിയും പച്ചക്കറിയും, നിങ്ങൾക്ക് വേണ്ടുന്ന പുസ്തകങ്ങളും, ഈ ഇലക്ട്രിസിറ്റിയും വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്കത് പോരാ. എനിക്ക് എത്ര കോടി കിട്ടിയിരുന്നാലും മതിയാവും. ഇതിന്റെ പേര് ആർത്തി. ഈ ആർത്തി വന്നവർക്ക് സമാധാനം കിട്ടുമോ? ആർത്തിക്ക് യാതൊരു നിവൃത്തിയില്ല. ആർത്തി ഏതുപോലെ തീ ആളിക്കത്തുക. തീ ആളിക്കത്തുമ്പോ പെട്രോൾ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? തീ കെടില്ല. കുറെ കൂടി തീവ്രമായിട്ട് തീ കത്തും. അതുപോലെ കോടാനകോടി സംഭവിച്ചാലും പിന്നെ ആർത്തി തീരാൻ കുറെ കൂടി കാശ് കിട്ടി, അപ്പോഴും ആർത്തി കൂടുതൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സകല വൃക്ഷങ്ങളെയും നമുക്ക് വെട്ടിമുറിക്കാം. സകല നാൽക്കാലികളെയും കൊന്നു തിന്നാം. പ്രകൃതിയിലെ ഏതിനെ നശിപ്പിക്കാനും നമുക്ക് യാതൊരു മടിയും ഇല്ല. ഏതൊരു കാര്യത്തെയും നമ്മൾ ഇഷ്ടം പോലെ നശിപ്പിക്കും. ഞാൻ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ 100 കണക്കിന് യാത്ര ചെയ്ത വ്യക്തി.
എൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം, കുട്ടികൾ നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം. എവിടെ ചെന്നാലും കാണുന്ന ദൃശ്യം ബുൾഡോസർ കൊണ്ട് പർവ്വതങ്ങൾ ഇടിക്കുന്ന ദൃശ്യമാണ്. ഭാരതത്തിൽ എവിടെ പോയിരുന്നാലും വൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തുക, നദികളുടെ ഒഴുക്ക് കുറഞ്ഞു. ഞാൻ കോഴിക്കോട് മാങ്കാവിലാണ് താമസിക്കുന്നത്, പക്ഷെ ജന്മസ്ഥലം പട്ടാമ്പിയാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിള എന്ന പേരിൽ ഭാരതപ്പുഴ, ആ ഭാരതപ്പുഴയുടെ നല്ല കാലം കണ്ടവനാണ് ഞാൻ. പക്ഷെ പുഴ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, പർവ്വതങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നാം ഓരോരുത്തരും ആവശ്യത്തിലേറെ ഉപയോഗിക്കുന്നു. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? പുഴ പഴയ മാതിരി ആക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഉദാഹരണം പറയാം. ഗാന്ധിജി ഒരു തുള്ളി വെള്ളത്തെ പോലും മലിനപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാത്മാവ് എന്ന് വിളിച്ചത്. അങ്ങനെ പുഴവെള്ളത്തിൽ നിന്ന് കോപ്പയിൽ വെള്ളം എടുത്തിട്ടേ കാല് കഴുകാവൂ, ഈ വെള്ളം കേടുവരുത്തരുത് എന്നാണ്. നമ്മൾ കണ്ടവരാണ്. എത്രയാ നമ്മൾ നശിപ്പിക്കുന്നത്? അങ്ങനെ ഇരിക്കെ പല്ല് തേക്കാൻ ഇപ്പോഴാണല്ലോ ഈ പേസ്റ്റും ബ്രഷൊക്കെ സർവ്വസാധാരണമായത്. ഒരു വേപ്പിന്റെ കമ്പ് ഗാന്ധിയുടെ കൂടെയുള്ള ഒരാള് പൊട്ടിച്ചു. ഗാന്ധി ചോദിച്ചു, വേപ്പിന് വേദനിക്കില്ലേ? വൃക്ഷങ്ങൾക്ക് മനസ്സുണ്ട്, വൃക്ഷങ്ങളോട് സംസാരിക്കുന്നവരുണ്ട്, വൃക്ഷങ്ങളോട് സംസാരിക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഞാനത് പഠിക്കാനായിട്ട് വളരെ മെനക്കെട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഈ വ്യക്തി ചോദിച്ചു, പല്ല് തേക്കണ്ടേന്ന് ചോദിച്ചു. അങ്ങ് എന്തായി പറഞ്ഞു? ജീവൻ പറഞ്ഞു, പല്ല് തേക്കണം. പല്ല് തേക്കാൻ വേപ്പിന്റെ കമ്പ് വേണ്ടേ? ഗാന്ധിജി പറഞ്ഞു, വേപ്പിന്റെ കമ്പ് വേണം. അപ്പൊ ഞാനൊരു കമ്പ് പൊട്ടിച്ചാൽ എന്താ തെറ്റ്? ഗാന്ധിജി പറഞ്ഞു, പല്ല് തേക്കാൻ വേപ്പിൻ കമ്പ് വേണം. പക്ഷെ നീ ഇപ്പൊ ചെയ്തത് വേപ്പിന്റെ ഒരു ശിഖരം അങ്ങോട്ട് പൊട്ടിച്ചു. ആവശ്യത്തിൽ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നതും ഹിംസയാണ്. ഇത്ര വലിയൊരു കുപ്പ പൊടിക്കണം. 2 മാവിന്റെ ഇലയുടെ ആവശ്യം വന്നു എന്ന് വെക്കുക. നിങ്ങളോട് പറയണം, അച്ഛൻ പറയണം, 2 മാവിന്റെ ഇല പൊട്ടിച്ചു കൊണ്ടുപോകണം. 2 മാവിന്റെ ഇല പൊട്ടിച്ചു കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് പിടിച്ചാട് വലിച്ചിട്ട് വലിയൊരു കൊമ്പ് അങ്ങോട്ട് ഇടിഞ്ഞു. എന്നിട്ട് അതിന് 2 മാവിന്റെ ഇല എടുത്തു പോയി. ഇത് അനാവശ്യമല്ലേ? ആവശ്യത്തിൽ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത് ഹിംസയുടെ പട്ടികയിൽ വരും. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു തുള്ളി ജലം നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത്. ഒരു തുള്ളി വെള്ളം. അനാവശ്യമായിട്ട് ഒരു വൃക്ഷത്തെ ദ്രോഹിക്കരുത്. ഒരു കാര്യം ചിന്തിക്കൂ. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ അമ്മാവനായിട്ടാണെന്ന് വിചാരിക്കുക. അടുത്ത ഞായറാഴ്ച വിരുന്നിന് വരും. ആ വിരുന്നിന് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, വിരുന്നുകാര് വരികയാണ്, അമ്മ പറയും, മക്കളെ ആ സോഫയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കിട്ടു. ആ സോഫയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു, കുഷ്യൻ മാറ്റി, പഴയ ഇത് മുഴുവനെ തിരുമ്പി കൊണ്ടുവന്ന് ഉണക്കി ഭംഗിയാക്കി വെച്ചു. വീട് പരമാവധി വൃത്തിയാക്കി വെച്ചു. ഇപ്പൊ പെട്ടെന്ന് വയറ്റ് വാഷ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ പോലും വല്ലാതെ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി വീടൊന്ന് ഭംഗിയാക്കി വെക്കും. നമ്മളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ ധാരാളം എക്സ്കർഷന് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നോക്കും, കസേരയൊക്കെ ഇവിടെ ഇല്ലേ, കൃത്യമല്ലേ എന്നൊക്കെ.
അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെ വരാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഈ ലോകത്തെ ഭംഗിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെ വളരാൻ പോവാണ്, അവരിവിടെ വളരും. അപ്പൊ ഈ ലോകത്ത് എങ്ങനെയായിരിക്കണം? വൃത്തിയാക്കി വെക്കണ്ടേ, വൈറ്റ് വാഷ് ചെയ്ത് വെക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കറിയോ യഥാർത്ഥ നേന്ത്രപ്പഴത്തിന്റെ രുചി ഇതല്ല, എനിക്കറിയാം. യഥാർത്ഥ പുഴ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മണലിന്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങും, ഇങ്ങനെ കരകവിയില്ല. യഥാർത്ഥ പച്ചക്കറിയുടെ രുചി നമ്മൾ പറഞ്ഞിരുന്നു, ഇതും നല്ല രുചി. അപ്പൊ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഈ ലോകത്തെ ഭംഗിയാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ വരണ കുട്ടി, ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾ വളർന്ന് നോക്കിയാൽ കാണാൻ പോണ എന്താ? അവര് കാണാൻ പോണത് മരുഭൂമി പോലുള്ളൊരു ലോകമല്ലേ? അപ്പൊ ഒരു ചോദ്യം, എന്തു ചോദ്യത്തിനും തിരിച്ചൊന്നും ആളുകൾക്ക് ചോദിക്കരുത്. വരാനിരിക്കുന്നവർക്ക് വേണ്ടി ലോകത്തെ കൃത്യമാക്കി നിൽക്കുന്നുമല്ല. നമ്മളിവിടെ വന്ന അതിഥികളാണ്. അങ്ങനെയുണ്ട്, നമ്മളിവിടെ അതിഥികളായിട്ട് വന്നവരാ. അപ്പൊ നമുക്ക് ആ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, സമ്മതിച്ചു. നമ്മൾ അതിഥിയായിട്ടൊരു വീട്ടിൽ പോയാൽ നമ്മൾ ആ വീട്ടുകാർ സൽക്കരിച്ച് മുഴുവനെ എടുത്ത് തിന്ന് തീർക്കുമോ? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വിരുന്നിന് പോയി, അപ്പൊ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ധാരാളം സാധനങ്ങൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തിയാക്കും. അപ്പൊ പ്രസംഗിക്കാൻ ചെല്ലുമ്പോ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ കുറച്ച് പലഹാരവും സാധനമൊക്കെ വെക്കും. എനിക്ക് തിന്നാൻ തന്നെയാണല്ലോ കൊണ്ടു വെച്ചിരിക്കുന്നത്, അത് സത്യം. പക്ഷെ അത് മുഴുവനും കൂടി തിന്നുക. എത്ര വേദിയിൽ സംസാരിച്ചിട്ടുണ്ടോ അവളുടെ മുഴുവൻ PR നാളം വന്നാലുള്ളത് മുഴുവൻ അങ്ങോട്ട് തിന്ന് തീർക്കും. പോലീസ് കേസൊന്നും ഉണ്ടാവില്ല, കാരണം തിന്നാനല്ലേ കൊണ്ടു വെക്കുന്നത്. അതല്ലല്ലോ മര്യാദ. നമുക്ക് വേണ്ടുന്നത് മാത്രം എടുക്കലാണ് മര്യാദ. നമുക്ക് വേണം. ഈ ഭൂമിയിൽ ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടുന്ന എടുത്തോളൂ. വെള്ളമാണെങ്കിലും ശരി, ഏത് കാര്യമാണെങ്കിലും. പണ്ട് ചെറിയൊരു പെൺകുട്ടിയും കൊണ്ട് അമ്മ തൊട്ട വീട്ടിലേക്ക് ഒരു കാര്യത്തിന് പോയി. അപ്പൊ അവിടെ വീട്ടമ്മ ഈ കുട്ടിയോട് പറഞ്ഞു, പഴക്കൊലയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഴക്കൊല എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. നിങ്ങളിപ്പോ പഴം എന്നൊക്കെ പറഞ്ഞാലും എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു പഴം കിട്ടാച്ചാൽ വലിയൊരു കാര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല. എങ്കിലും പറയാണ്, ആ താഴെ കെട്ടി തൂക്കിയിട്ട് നമുക്ക് എടുത്താൽ പറ്റുമെന്നോർത്തിരുന്ന് മോൾക്ക് വേണ്ടത് എത്ര പഴമാണ് വേണ്ടത് എടുത്തോന്നു ആ വീട്ടമ്മ. അപ്പൊ ഈ കുട്ടി എടുത്തില്ല. അത് എടുത്തോ മോളെ, എത്ര പഴം വേണമെങ്കിൽ എടുത്തോ, പഴക്കൊല താഴെ കെട്ടി തൂക്കിയിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മടിച്ച് നിന്നു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞു, മോളെ അവര് പറഞ്ഞു കേട്ടില്ലേ, നിനക്ക് എത്ര പഴം വേണ്ടച്ച എടുത്തോ, നീ അതിൽ നിന്ന് പഴം എടുത്തോ, അല്ലക്ക് എടുത്ത് തന്നാ മതി പറയൂ. ചെറിയ കുട്ടിയാണ്, ബുദ്ധിയുണ്ട്. അവര് കുറച്ച് പഴം എടുത്ത് പൊരിഞ്ഞ് കൊടുത്ത് അമ്മയും കുട്ടിയും കൂടി മടങ്ങുകയാണ്. അപ്പൊ അമ്മ ചോദിച്ചു, പഴം നല്ലോണം എടുത്തോളാൻ പറഞ്ഞപ്പോ നീ എടുക്കാഞ്ഞ എന്തായിരുന്നു മോളെ? ഈ ചെറിയ കുട്ടി അമ്മോട് പറഞ്ഞു, അമ്മ ഞാനാണ് എടുക്കണമെങ്കിൽ ഒരു പഴോ അല്ലെങ്കിൽ 2 പഴം എടുക്കുന്നതല്ലേ ശരി, ഞാനാ എടുക്കണ വെച്ചാ. ഇപ്പൊ ആ വണ്ടി എനിക്ക് എന്ത് വന്നു, 7-8 ചെറിയ പഴം പോയിട്ട് തന്നു, 8 പഴം കിട്ടി. ഞാൻ എടുക്കണമെങ്കിൽ 2 എടുക്കാൻ പറ്റും. ഇതിന്റെ ഗുണപാഠം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിക്ക് വരെയും
ലോകമര്യാദ അറിയാം. നിങ്ങൾ അങ്ങനെ ഇത് ശ്രമിക്കുന്ന കുട്ടികൾ ലോകത്തിന്റെ മര്യാദ അറിയാം. മറ്റുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തരുത്. ലോകം മുഴുവൻ ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മഹാന്മാരായുള്ള വ്യക്തികൾ, അവരെ മഹാന്മാർ എന്ന് വിളിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവണ്ടേ? എത്ര പഠിച്ചിട്ടോ മാർക്ക് വാങ്ങിയിട്ടോ കാര്യമുണ്ട്? അനവധി പൂജ്യങ്ങളുണ്ട്. ഇപ്പുറത്ത് 1 എന്നുള്ള അക്കമില്ലെങ്കിൽ ഈ പൂജ്യങ്ങൾക്ക് വല്ല ഗുണമുണ്ട്? 1 എന്നുള്ള അക്കം ഉണ്ടാവും. ഈ 1 എന്ന അക്കത്തിന്റെ പേരാണ് സ്വഭാവശുദ്ധി, ക്യാരക്ടർ എന്ന്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ കുട്ടിയാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്ന് അങ്ങനെ പറയാൻ പറ്റും? നല്ലത് പറയുന്നവരെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. നല്ലത് പറയുന്നവര് ഇഷ്ടപ്പെടും. ആ നല്ലത് പറയുക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭാരതീയരുടെ ഏറ്റവും വലിയ ദേവതാ സങ്കല്പമാണ് സരസ്വതി. സരസ്വതി പ്രസാദം ഉണ്ടാവുക എന്ന്. വാക്കുകൾ എങ്ങനെ സംസാരിക്കണം എന്ന്, ഈ വാക്കുകൾ എങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾ നല്ല ആള് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഭാഷയിലെ വാക്കുകൾ നല്ല രീതിയിൽ പറഞ്ഞു. ചീത്ത ആള് എന്ന് പറയുന്നതാണ് ഉള്ളത്, ചീത്ത രീതിയിൽ പറഞ്ഞു. എഴുത്തുകാരൊക്കെ ചെയ്യുന്ന എന്താണ്? ഞാനൊരു കഥ എഴുത്തുകാരനായതുകൊണ്ട് കഥയെക്കുറിച്ചും നോവലിനെ കുറിച്ചും നിങ്ങളോട് പറയാതിരിക്കാൻ നിർവാഹം ഇല്ല. എന്താണ് കഥയുടെ പ്രധാനം? കഥ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ പിന്നെ എന്തുണ്ടായിന്ന, അതിന്റെ പേരാണ് കഥ. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഥാരൂപത്തിലാക്കുമ്പോൾ അതിന് വളരെ ആകർഷണീയത വരും. കഥയിലെ മൃഗങ്ങൾ സംസാരിക്കും, പക്ഷികൾ സംസാരിക്കും. അതൊന്നും ഒരു തടസ്സമേ അല്ല. കാരണം അത് നമ്മളെ ആകർഷിച്ചു. നമ്മളെ ആകർഷിക്കുക മാത്രമല്ല, നമ്മളുടെ മനുഷ്യ സംസ്കാരത്തിലേക്കുള്ള ഒരു സംഭാവനയാണ് ഓരോ കഥയും. നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊരു ചെറുകഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചാൽ ക്ഷമാപൂർവം ഞാനത് വായിക്കും. എന്താ കാരണം അറിയോ? ഒരു പുതിയ ആശയം അതിലുണ്ടാവും. ഏതൊരു കഥ എഴുതുമ്പോഴും ഇതുവരെ ഇല്ലാത്ത പുതിയ ഒരു ആശയം അതിലുണ്ടാവും. അതുകൊണ്ടാണ് സൃഷ്ടികൾ എന്ന് പറയുന്നത്. ഞാനൊരു പത്രാധിപർ കൂടിയാണ്, പ്രദീപത്തിന്റെ എഡിറ്ററാണ്. നിങ്ങൾ അയക്കുന്ന സൃഷ്ടികൾ പത്രാധിപർ പ്രദീപം കോഴിക്കോട് എന്ന പേരിൽ അയക്കുക എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടികൾ എന്നാണ് പറയുന്നത്. ഇന്റർവ്യൂവിൽ പലരും എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. സാറിന്റെ കലാസൃഷ്ടികൾ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. അതെന്താ ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ? ഇതിനെ മാത്രം എന്താ ഈ സൃഷ്ടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കഴിക്കുന്നു. ഇഡ്ഡലി എന്നുള്ളൊരു സൃഷ്ടിയല്ലേ? ഇവിടെ എന്താ സൃഷ്ടി അല്ലാത്തത്? മേശയും കസേരയും മുതൽക്ക് മൊബൈൽ ഫോണും ഈ കണ്ണട വരെയും സൃഷ്ടിയല്ലേ? പക്ഷെ ഇതിനെ നമ്മൾ പൊതുവെ സൃഷ്ടി എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ കണ്ണട ഉണ്ടാക്കിയത് വേറെ ഏതോ ഒരു കണ്ണട നോക്കിയിട്ടാണ്, സൃഷ്ടിച്ചതല്ല. ഇവിടെ ഉണ്ടായിരുന്ന ചില സാധനങ്ങളെ ഏച്ചുകൂട്ടി കണ്ണടയാക്കിയതാണ്. ചെരുപ്പ് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ വസ്തുക്കൾ എടുത്തുണ്ടാക്കിയതാണ്, സൃഷ്ടിയല്ല.
വിമാനം പക്ഷികൾ പറക്കുന്നത് നോക്കി, പക്ഷി പറക്കുന്നതും മീൻ നീന്തുന്നതും നോക്കി മനുഷ്യൻ ഉണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ഒക്കെ പിന്നില് വേറെ ആളുണ്ടാക്കിയ ഷർട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ഒരു ഷർട്ടിനെ നമ്മൾ സൃഷ്ടിന്ന് വിളിക്കില്ല. കവിതയെ സൃഷ്ടിന്ന് വിളിക്കാൻ കാരണം ഇതുവരെ ഇല്ലാത്ത സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വേറെ കവിത പോലെ ഒന്നും ആവണമെന്നില്ല. നിങ്ങൾ സൃഷ്ടിച്ചാണ് കവിത. അതിലത്തെ ഓരോ വരിയും 10,000-കണക്കിന് കഥകളൊക്കെ ഉണ്ടാവും, ആക്കെ ശരി. ഇതിപ്പോ നിങ്ങളുടെ കഥയാണ്. രാമൻകുട്ടി പാലത്തിന്റെ മുകളിൽ കൂടെ നടന്നു വരികയായിരുന്നു. അത് നിങ്ങൾ എഴുതിയാൽ ആ രാമൻകുട്ടി നിങ്ങളുടെയാണ്, ആ പാലവും നിങ്ങളുടെ. അതുകൊണ്ടാണ് കലാസൃഷ്ടി എന്ന് പറയുന്നത്. ഈ കലാസൃഷ്ടികൾ വളരെയധികം സ്വാധീനിക്കും. പക്ഷെ ഇപ്പോ കുട്ടികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വായന തുടങ്ങിയത് ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നൊരു പുസ്തകം വായിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. വായിക്കാൻ കിട്ടുമായിരുന്നില്ല. മലയാള മനോരമ എന്നുള്ളൊരു ആഴ്ചപ്പതിപ്പിന്റെ പഴയ ലക്കം വായിക്കാൻ കിട്ടണമെങ്കിൽ കിലോമീറ്റർ ദൂരം നടന്ന് ഒരാളെ സോപ്പിട്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. പഴയ ലക്കം വായിച്ചിരുന്നത്. ചിലപ്പോൾ അവരുടെ വീട്ടിന്റെ ഉമ്മർ തന്നെ വായിച്ചിട്ട് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബാല്യത്തിലെ വായിക്കുന്ന ശീലം ഉണ്ടാവണം. ഈ പറയുന്ന ഞാനും പല കാര്യങ്ങളും യൂട്യൂബിൽ നിന്നും ഒക്കെയാണ് വായിക്കുന്നത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതും വായനയാണ്. പുസ്തക രൂപത്തിൽ വായിക്കണമെന്നില്ല. പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2000 കൊല്ലം മുമ്പേ മനുഷ്യൻ എങ്ങനെയാ താമസിച്ചിരുന്നത്? പറയാതിരിക്കാൻ പറ്റും. 100 കൊല്ലം മുമ്പ് എങ്ങനെയാ മനുഷ്യൻ താമസിച്ചിരുന്നത്? ഓലപ്പുര കെട്ടിടങ്ങൾ കണ്ടവരിപ്പോ കുറവായിരിക്കും. പട്ടാമ്പിയിൽ ഒരു ഓല മേഞ്ഞ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഹൈസ്കൂൾ. ഓല മേഞ്ഞത് അതിലാണ് ഞാൻ പഠിച്ചത്. ടെറസ് കെട്ടണമെന്ന് അന്നില്ല. പക്ഷേ മനുഷ്യൻ പരിഷ്കരിച്ച് ഇന്നിപ്പോ മാർബിള് വീടുകളിൽ വരെ സാധാരണമായി. വർഷങ്ങൾ കഴിയുന്തോറും പുതിയ പുതിയ പരിഷ്കാരം വരുമ്പോൾ കാക്ക കൂട് വയ്ക്കുന്നതിന് ഒരു മാറ്റമില്ല. 2000 കൊല്ലം മുമ്പേ ഒരു കാക്ക എങ്ങനെ കൂട് വെച്ചോ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും കൂട് വെക്കുന്നത്. എന്തേ മനുഷ്യന് മാത്രം മാറ്റം വരാൻ കാരണം മനുഷ്യർ ചിന്തിച്ചു എന്ന് മാത്രമല്ല, ഒരാളുടെ ആശയം മറ്റുള്ളവരെ സ്വാധീനിക്കത്തക്ക വിധം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനുഷ്യന് കഴിഞ്ഞു. പുതിയ പുതിയ ആശയങ്ങൾ വന്നു. അതുകൊണ്ടാണ് പുതിയ ഓരോ കലാസൃഷ്ടിയും എൻ്റെ കയ്യിൽ കിട്ടുന്ന ഏത് പുസ്തകവും എന്ത് താല്പര്യത്തോടു കൂടിയും ജിജ്ഞാസയോടു കൂടിയാണ് ഞാൻ വായിക്കുന്നത് അറിയോ? ഒരു കൊച്ചു കുട്ടി എഴുതിയതാണെങ്കിൽ വരെ. കാരണം നമുക്കറിയാത്തൊരാശയം അതിലുണ്ടാവും. ഈ ആശയമാണ് ലോകത്തെ സ്വാധീനിക്കുന്നത്. ഈ സ്വാധീനം ഉണ്ടാവണം. പണ്ട് വിദേശത്തൊരു സ്ഥലത്ത് ഐസ്ക്രീം കഴിച്ച് ആളുകള് ആ കപ്പ് സമൃദ്ധിയിൽ തരും. എത്ര പറഞ്ഞാലും കേൾക്കില്ല. അടിച്ചുവരി കൂട്ടിയ ഐസ്ക്രീമിന്റെ കപ്പ് ഇഷ്ടം പോലെ ബാക്കിയുണ്ടാവും. കോർപ്പറേഷൻ ആലോചിച്ച് എന്താ കാര്യം, ശിക്ഷ വിധിച്ചാലും ശരിയാവില്ല. എപ്പോഴും പോലീസിന് നോക്കി നിൽക്കാൻ പറ്റുമോ? അപ്പൊ പലരോടും അഭിപ്രായം ചോദിച്ചു, എന്താ അതിനൊരു പോംവഴി? ഈ സമുദ്രതീരൊന്ന് ശുദ്ധിയാക്കാൻ ഈ കപ്പ് ആളുകൾ ഇടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ.
ഐസ്ക്രീം കഴിച്ച ഒരു കപ്പ് താഴെ ഇട്ട് വെച്ചിട്ട് തൂയി കൊല്ലാൻ പറ്റും. എല്ലാവരും അഭിപ്രായം പറഞ്ഞു, പലതും ശിക്ഷ കൂട്ടുക എന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടി ലജ്ജിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളെ, എന്തെങ്കിലും പറയാനുണ്ടോ? ആ കുട്ടി പറഞ്ഞു, അങ്ങനെ കപ്പ് താഴെ ഇട്ടാൽ ആ ആളെ വിളിച്ചിട്ട് ആ കപ്പ് അതും തിന്നണം എന്ന് പറയാം. ആ കപ്പ് തിന്നണം ശിക്ഷയായിട്ട്. എല്ലാവരും അങ്ങോട്ട് ചിരിച്ചു. പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ കേട്ടു, ആ കുട്ടി പറഞ്ഞതിന് പഠിക്കാനുണ്ട്. അതിനുശേഷമാണ് ഐസ്ക്രീമിന്റെ കപ്പും ഭക്ഷിക്കാവുന്ന രീതിയിലുള്ള ഐസ്ക്രീം ഇറങ്ങി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഐസ്ക്രീം കഴിക്കാം, കൂട്ടത്തിൽ കൂടെ ഐസ്ക്രീം ആക്കിയ കപ്പും ഭക്ഷിക്കാം. ഈ ആശയം തോന്നാൻ കാരണം ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ടാണ് എഴുത്തുകാര് എഴുതുന്നത്. അത് ഏത് പുസ്തകമാണെങ്കിലും ശരി, എങ്ങനെയൊക്കെ മനുഷ്യൻ ജീവിക്കാം, ഇങ്ങനെ ജീവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ഒരു ചീത്ത പുസ്തകത്തിൽ നിന്നും ഒരു ഗുണപാഠമുണ്ട്, എന്താ, അങ്ങനെ ജീവിച്ചാൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് വായനാശീലം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കയ്യിൽ കിട്ടിയത് എന്തും വായിക്കുക എന്നൊരു ശീലം നിങ്ങൾക്ക് ഉണ്ടാകും. അതുകൂടാതെ കൊറോണ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിൽ വേണ്ടുന്നത്ര അകലം പാലിക്കുകയും അച്ചടക്കത്തോടുകൂടി ജീവിക്കുകയും ചെയ്യണം. ഒരു മിനിമം അച്ചടക്കം നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ കാലഘട്ടം മാറട്ടെ. അനവധി സ്കൂൾ കുട്ടികൾ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് മണിക്കൂറുകളോളം ഞാൻ അവരോട് സംസാരിക്കുന്നത് സാധാരണ സംഭവമാണ്. ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ അധ്യാപകരെ കുട്ടി മാങ്കാവുള്ള എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം തരികയും ചെയ്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.